ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദർശും നയനയും തമ്മിൽ സംസാരിക്കുകയാണ്. അപ്പോൾ ആദർശ് നയനയോട് അനാമികയെ പറ്റിയുള്ള ഒരു സംശയം പറയുന്നുണ്ട്. ആ കുട്ടി നല്ലതാണോ, അവളുടെ സ്വഭാവം നല്ലതാണോ എന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. കാരണം അനി ഈ കല്യാണത്തിന് സമ്മതിക്കാത്തതിന് കാരണം നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമല്ല, അനാമികയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിനിടയ്ക്ക് ചിലപ്പോൾ അവളുടെ സ്വഭാവം അവന് മനസ്സിലായിട്ടുണ്ടാകും. അതും കൂടി കൊണ്ടായിരിക്കും അവൻ ഈ കല്യാണത്തിന് താല്പര്യമില്ലാത്തത് എന്ന് പറയണം. എന്തായാലും എല്ലാം അറിഞ്ഞപ്പോൾ വൈകിപ്പോയി എന്ന് പറഞ്ഞിട്ട് നയനയോട് പറയാണ്, പക്ഷേ ഇതിന് നീയും കൂടി കാരണക്കാരിയാണ് എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ വീണ്ടും പറയുന്നുണ്ട്, നന്ദുവിന് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയാൻ മടിക്കേണ്ട, കാരണം അവൾ എൻ്റെയും കൂടി അനിയത്തിയാന്ന് പറയാണ്. നയനെ അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്ന നന്ദുവിനെയാണ്. നന്ദു അനി കൊടുത്ത് സാരിയൊക്കെ ഉടുത്ത് ഡ്രസ്സ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു സാരി സെലക്ട് ചെയ്താൽ പോലും ഇത്രയും ഭംഗിയോടെ എനിക്ക് ചേരണമെന്നില്ല. പിന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വേഷം ധരിക്കുന്നത്, അതും അനി തന്നത് എന്നൊക്കെ ഓർത്ത് നന്ദു കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദനും കനകയും കൂടി കല്യാണത്തിന് പോകാൻ റെഡിയായി താഴേക്ക് ഇറങ്ങി വരികയായിരിക്കും. അപ്പം നയന വെറ്റിയും പാക്കുമൊക്കെ അവിടെ കൊണ്ടുവെക്കുകയാണ്. കനക വന്ന് നയനയോട് ചോദിക്കുന്നുണ്ട്, നന്ദു എന്തി, അവൾ റെഡി ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അവളിപ്പോൾ റെഡി ആയിരിക്കും അമ്മേ എന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, നന്ദുവും അനിയും തമ്മിലുള്ള കാര്യം ഒരാളോട് ഈ വീട്ടിൽ അറിഞ്ഞു. ആദർശ് എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, എന്തിനാ മോളെ ഈ അവസാന നിമിഷം അത് ആദർശിനെ അറിയിച്ചതെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, ഞാൻ മനഃപൂർവ്വം അറിയിച്ചതല്ല, ഇന്നലെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി, അതുകൊണ്ട് പറയേണ്ടി വന്നതാ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, അതാ മോള് സാധാരണ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നതല്ലേ, ഇന്നലെ എന്താ ഉറങ്ങിയില്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ നയന ഇന്നലെ നടന്ന സംഭവങ്ങളൊക്കെ അച്ഛനോടും അമ്മയോടും പറയാണ്. നയന പറയാണ്, പക്ഷേ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശേട്ടൻ എന്നെ പുച്ഛിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ആദർശേട്ടൻ പറഞ്ഞത് നേരെ തിരിച്ചാണ്. ഈ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താമായിരുന്നു എന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി നേരത്തെ അറിയാഞ്ഞത്, അല്ലെങ്കിൽ ഇവിടെ ഈ ബന്ധത്തിനോട് താല്പര്യമുള്ളവരും ഇല്ലാത്തവരും തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ടായേനെ. എന്തായാലും ഇന്നത്തെ വിവാഹത്തോടെ ഇതിവിടെ അവസാനിക്കണം. ഇനി ഒരിക്കലും നന്ദു അനിയും തമ്മിൽ കാണരുത്. എന്തായാലും ഞങ്ങൾ പോയി നന്ദുവിനെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ഗോവിന്ദനും കനകയും കൂടെ നന്ദുവിനെ കാണാൻ ചെല്ലുകയാണ്. അപ്പം നന്ദു എല്ലാം റെഡിയായി അവിടെ ഇരിക്കുകയായിരിക്കും. അപ്പോൾ സാരിയിൽ നന്ദുവിനെ കാണുമ്പോഴേക്കും കനകയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എന്തായാലും മോള് ഈ വേഷത്തിൽ നല്ല സുന്ദരിയായിട്ടുണ്ട് എന്നൊക്കെ അവർ പറയാണ്. എന്നിട്ട് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട്, ഇന്ന് ആദർശ് മോൻ എല്ലാം അറിഞ്ഞില്ലേ, പക്ഷേ മോളൊരു കാര്യം മനസ്സിലാക്കണം, നയന മോളെ സ്നേഹിക്കുന്ന പോലെ തന്നെയാണ് ആദർശ് അനിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ നന്മയ്ക്ക് വേണ്ടിയായിരിക്കും ആദർശം നിലനിൽക്കുന്നത്. പക്ഷെ അത് കണ്ടുകൊണ്ട് നമ്മൾ ആരെയും ഇത് ചെയ്യാൻ പാടില്ല. ഇപ്പം തന്നെ ഈ വീട്ടിൽ നയനയും നവ്യ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. മോളൂടെ ഈ വീട്ടിൽ കയറി വന്ന് അങ്ങനെ ഒരു പുറമ്പോക്കായിട്ട് കഴിയാനുള്ളവളല്ല നീ കയറി ചെല്ലുന്ന വീട്ടിൽ നിന്നെ അംഗീകരിക്കപ്പെടണം. അതുകൊണ്ട് ഈ ബന്ധം ഒരിക്കലും നടക്കാൻ പാടില്ല. എൻ്റെ അമ്മയും നവ്യയൊക്കെ പണക്കാരൻ്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് പോകണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇതെല്ലാം സംഭവിച്ചത്. അപ്പോൾ കനക പറയണം, അത് ശരിയാ മോളെ, എൻ്റെ ഒരു ഇതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, അതിന് ബലിയാടായത് നയനമോളും എന്ന് പറയണം. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് ഇതോർത്ത് സങ്കടപ്പെടല്. ഗോവിന്ദൻ എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ച് തരാൻ ഈ അച്ഛന് സാധിക്കാത്തത് കൊണ്ട് നീ അച്ഛനെ വെറുക്കരുതെന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഒരിക്കലും ഇല്ല അച്ഛാ, ഞാൻ അങ്ങനൊന്നും വിചാരിച്ചിട്ടില്ല എന്ന് പറയണം. അപ്പോൾ ഗോവിന്ദൻ പറയണം, എന്തായാലും ഇന്നത്തോടെ ഇതെല്ലാം അവസാനിക്കണം, നമുക്ക് വിവാഹവും കഴിഞ്ഞ് സദ്യയും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകണം, പിന്നെ കഴിവതും മോള് അനിയെ കാണാതിരിക്കാനും ശ്രമിക്കണം എന്ന് പറയാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, മോള് വാ, നമുക്ക് ഞങ്ങൾ അനിക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പോകാം, മോളൂടെ വരാൻ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട്, ഇല്ല ഞാൻ വരുന്നില്ല, ഞാൻ മുമ്പേ അനിയുടെ റൂമിൽ പോയതിന് അനിയുടെ അമ്മ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഗോവിന്ദനും അത് ശരിവെക്കാണ്. അതിനുശേഷം കനകനും ഗോവിന്ദനും കൂടി അനിയെ കാണാനേക്ക് പോവാണ്. പിന്നെ കാണിക്കുന്ന അനിയുടെ റൂമിൽ അനിയുടെ ഫ്രണ്ട്സ് അനിയോട് പറയാണ്, ഞങ്ങൾ എന്തായാലും ഓഡിറ്റോറിയത്തിൽ കാണും, ഇവിടെ നിന്നാൽ ശരിയാവില്ല. അപ്പോഴായിരിക്കും കനകയും ഗോവിന്ദനും കൂടെ അകത്തേക്ക് വരുന്നത്. അപ്പോൾ അവരവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഗോവിന്ദൻ ചോദിക്കുകയാണ്, ഇന്നലെ അരുതാത്തതൊക്കെ സംഭവിച്ചു ഇല്ലേ എന്ന് പറയുമ്പോൾ കനകയും ദേഷ്യത്തോടെ ഫ്രണ്ട്സിനെ നോക്കുകയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, വെറുതെ അവരെ മാത്രം പറയണ്ട ആൻറ്റി, അവരൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ ഫ്രണ്ട്സ് ഇറങ്ങി അങ്ങ് പോവാണ്. എന്നിട്ട് കനക പറയാണ്, വിവാഹമായിട്ട് ഏട്ടനെ വിഷമിപ്പിച്ചു ഇല്ലേ. അപ്പോൾ അനി പറയും, ഏട്ടനേക്കാൾ വിഷമത്തിലാണല്ലോ ഞാൻ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ബന്ധുക്കൾക്ക് ഇഷ്ടമല്ലാത്ത ഒരു ബന്ധം നടത്തി ബന്ധുക്കളെ തമ്മിൽ പരസ്പരം അടുപ്പിക്കാതിരിക്കണം, അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുള്ളതാണെന്ന് പറയാണ്. അതിനുശേഷം അവർ കൊണ്ടുവന്ന ഗിഫ്റ്റ് എനിക്ക് കൊടുക്കുകയാണ്, ഒരു കൈ ചെയിൻ ആയിരുന്നത്. അപ്പം അനി പറയുന്നുണ്ട്, എന്തിനാ ആൻറ്റി ഈ വില കൂടിയ സമയത്ത്, പൈസ ഇല്ലാത്ത സമയത്ത് എനിക്ക് ഇങ്ങനൊരു ഗിഫ്റ്റ് തരുന്നതെന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, എൻ്റെ 2 മക്കൾ മരുമക്കളായുള്ള വീടാണിത്, അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും തന്നല്ലേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോഴായിരിക്കും ദേവയാനിയും ജലജയും കൂടെ അങ്ങോട്ട് വരുന്നത്.
അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, ആഹാ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കുവാണോ ഞങ്ങളുടെ ചെക്കനെന്ന് ചോദിക്കുമ്പോൾ ജലജ പറയുന്നുണ്ട്, ആരും കാണാതെ കൊടുക്കുക, ആരെയും മുന്നിൽ കാണിക്കാൻ പറ്റുന്ന സാധനമൊന്നും അല്ലല്ലോ കൊടുക്കുന്നത്. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഒരു സമ്മാനം കൊടുത്തു എന്നേ ഉള്ളെന്ന് പറയുമ്പോൾ അനി പറയുന്നുണ്ട്, നയനേച്ചിയുടെ അച്ഛനും അമ്മയും എന്ത് തന്നാലും അതെനിക്ക് വലിയ കാര്യമാണ്, പിന്നെ ഈ ബുദ്ധിമുട്ടിനിടയ്ക്ക് ഇത്രയും സ്വർണ്ണമൊന്നും വാങ്ങിച്ച് തരണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഉടനെ ജലജ പറയുന്നുണ്ട്, കൂടിപ്പോയാൽ വല്ല 1 പവൻ പോലും തികച്ച് കാണത്തില്ല എന്ന് പറയുമ്പോൾ കനക പറയുന്നുണ്ട് 2 പവൻ ഉണ്ടെന്ന്. പറയും സ്വർണ്ണമാണോ എന്ന് ആർക്കറിയാമെന്ന് ചോദിക്കുമ്പോൾ കനക പറയുന്നുണ്ട്, ഈ വീട്ടിലുള്ളവർക്ക് സ്വർണ്ണമാണോ എന്ന് അറിയാൻ വേണ്ടി പോയി ഉരച്ചു നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് എൻ്റെ വിശ്വാസം എന്ന് പറയാണ്. അതിനുശേഷം ദേവയാനിയും ജലജയും കൂടി വീണ്ടും ഗോവിന്ദനെയും കനകയും പുച്ഛിക്കുകയാണ്. നിങ്ങളുടെ 2 മക്കൾ വന്ന പോലല്ല ഇന്നത്തെ മരുമോൾ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. അവൾ സ്വർണം കൊണ്ട് മൂടിയാണ് വരുന്നത്. പിന്നെ വളഞ്ഞ വഴി കൂടെ അല്ല അവൾ വരുന്നത്. അതുകൊണ്ട് അവളായിരിക്കും ഈ വീട്ടിലെ ആദ്യത്തെ മരുമകൾ. നിങ്ങളുടെ 2 പേരുടെയും മക്കൾ അവൾക്ക് ദാസപ്പണി ചെയ്യേണ്ടി വരുമെന്ന് ദേവയാനി പറയുകയാണ്. എന്നിട്ട് ജലജ പറയുന്നുണ്ട്, എന്തായാലും കല്യാണം കഴിഞ്ഞ് ഊണും കഴിഞ്ഞ് പോകുമ്പോൾ 2 മക്കളെയും കൂടെ കൊണ്ടുപോയാൽ അത്രയും നല്ലത്. പിന്നെ ദേവയാനി ചോദിക്കുന്നുണ്ട്, പിന്നെ ഇവിടെ ഒരുത്തി കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, അവളെ ഇനി ആരുടെ തല കെട്ടിവെക്കാനാണെന്ന് ചോദിക്കുമ്പോഴേക്കും അനി അത് തടയുകയാണ്. അങ്ങനെ 2 പേരും കൂടെ അവരെ പൂജിച്ചിട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ആൻറ്റി അങ്കിൾ ഇതൊന്നും കേട്ട് വിഷമിക്കേണ്ട, അവർ മാലാഖയാന്ന് പറഞ്ഞ് ഇവിടെ കൊണ്ടുവരുന്നവൾ അത്ര സ്വഭാവശുദ്ധി ഉള്ളവളൊന്നും അല്ല എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും മോൻ പറയരുത്, മോന് സ്വഭാവം നല്ലതാണ്, അതുകൊണ്ട് തന്നെ മോൻ്റെ ജീവിതവും നന്നായിട്ട് തന്നെ പോവും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങളുടെ പ്രാർത്ഥന മോൻ്റെ ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് കനകയും ഗോവിന്ദനും കൂടെ റൂമിൽ നിന്ന് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് ജാനകിയും ദേവയാനിയും ജലജയാണ്. അപ്പോൾ ജാനകിയോട് ദേവയാനി പറയാണ്, എന്തായാലും നീ ഞങ്ങളെപ്പോലെയല്ല, ഭാഗ്യമുള്ള അമ്മായിയമ്മയാണ്, നീ ആഗ്രഹിച്ച ഒരു മരുമോളല്ലേ നിന്റെ ജീവിതത്തിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ജലജ പറയുന്നുണ്ട്, അതെ 2 ജന്മങ്ങളുടെ അമ്മായിയമ്മയായവരാ ഞങ്ങളെന്ന് പറയുമ്പോഴായിരിക്കും മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നത്. എന്നിട്ട് മുത്തശ്ശി ചോദിക്കുകയാണ്, നീയൊക്കെ എന്ത് വർത്തമാനമാണ് പറയുന്നത്, നിൻ്റെയൊക്കെ സ്വഭാവത്തിനേക്കാൾ നല്ല മരുമക്കളെ നിനക്കൊക്കെ കിട്ടിയേക്കുന്നതെന്ന് പറയുമ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, അതെന്താമ്മേ എൻ്റെ സ്വഭാവത്തിന് എന്തെങ്കിലും മോശം ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ പറയും, ഇല്ല, നയനമോൾ ഈ വീട്ടിൽ വരുന്നത് വരെ നിൻ്റെ സ്വഭാവത്തിന് ഒരു മോശമില്ലായിരുന്നു, ഇവൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് പ്രശ്നങ്ങളൊക്കെയെന്ന് ജലജയെ നോക്കി പറയാണ്. പക്ഷേ നയനമോൾ വന്നു കയറിയതിന് ശേഷം നിൻ്റെ സ്വഭാവത്തിൽ കുറേ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ മരുമകൾ തന്നെയാണ്. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അജയനും ജയനും ഒക്കെ ഇറങ്ങി വരുന്നത്. നയനെ ആദർശം വരുന്നുണ്ട്. അപ്പോൾ ജയൻ പറയുന്നുണ്ട്, എന്തിനാ നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത്, നീ അനാമികക്ക് കൊടുക്കാൻ സെലക്ട് ചെയ്ത മാല പോലും നയനമോൾ ഡിസൈൻ ചെയ്താൽ അത് നീ മറന്നു പോകരുതെന്ന് പറയുമ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്തിനായിട്ടത് അതൊക്കെ സെലക്ട് ചെയ്യാൻ പോയത്. അജയൻ പറയുന്നുണ്ട്, ജ്വല്ലറിയിലുള്ള നല്ലതല്ലേ സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്, അമ്മ ഏറ്റവും നല്ലൊരു ഡിസൈൻ കാണിക്കാൻ പറഞ്ഞപ്പോൾ ഞാനത് കാണിച്ചതെന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട്, അതെ ഇവൻ അത് കാണിച്ചുകൊണ്ടാണ് ഞാനത് വാങ്ങിച്ചേ, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അത് സെലക്ട് ചെയ്യില്ലായിരുന്നെന്ന്. ഉടനെ ആദർശ് പറയുന്നുണ്ട്, പക്ഷെ അത് കണ്ടപ്പോൾ അമ്മ എന്താ പറഞ്ഞത്, അമ്മ ഇതുവരെ ഇതുപോലത്തെ ഒരു ഡിസൈൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് സെലക്ട് ചെയ്തത്. അപ്പോൾ ജാനകിയും ജലജയും പറയുന്നുണ്ട്, എന്തായാലും ഞങ്ങൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ഗോവിന്ദനും കനകയും കൂടി അങ്ങോട്ട് വരികയാണ്. അപ്പോൾ എന്തേ കല്യാണം ചേർക്കാൻ എന്ന് അന്വേഷിക്കുമ്പോഴേക്കും അനി ഇറങ്ങി വരികയാണ്. അങ്ങനെ അനിയുടെ മുഖത്തെ പാട് കണ്ടിട്ട് ദേവയാനി ചോദിക്കുന്നുണ്ട്, ഇതെന്താ നിൻ്റെ മുഖത്തൊരു പാട് എന്ന് ചോദിക്കുമ്പോൾ ജാനകി പറയുന്നുണ്ട്, അത് അവനോട് ചോദിക്കാതെ ദേ നിൽക്കുന്നില്ല അവൻ്റെ ചേട്ടൻ, അവനോട് ചോദിക്കാൻ പറയുമ്പോൾ ദേവയാനി ആദർശനോട് ചോദിക്കുകയാണ്, എന്താടാ അനിയുടെ മുഖത്ത് ഇങ്ങനെ ഒരു പാട്. ആദർശൊന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, നിനക്ക് പറയാമെങ്കിൽ ഞാൻ പറയാം. അപ്പോൾ ആദർശ് പറയും, ഇല്ല ഞാൻ തന്നെ പറഞ്ഞോളാം, ഞാൻ ഇന്നലെ അവനെ ഒന്ന് തല്ലി. അപ്പോൾ ഇതൊക്കെ എല്ലാവരും കേട്ടവരെല്ലാം ഞെട്ടുകയാണ്. ആ സമയത്ത് നന്ദു ഇറങ്ങി വരുന്നുണ്ട് താഴേക്ക്. അപ്പോൾ ദേവയാനി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ കുഞ്ഞിനെ തല്ലിയതെന്ന് ചോദിക്കുമ്പോൾ ജയനും ചോദിക്കുന്നുണ്ട്, കൊച്ചുനാൾ പോലും നീ അവനെ ഒന്നും തല്ലിയിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ പറയും, അത് ഇന്നലെ രാത്രി അവൻ ഫ്രണ്ട്സുമായിട്ട് പോയൊന്ന് മിനിങ്ങി, അതുകൊണ്ട് തല്ലിയതാന്ന് പറയാണ്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ഇപ്പോൾ ഈ കല്യാണത്തിൻ്റെ തലേന്ന് അവനിങ്ങനെ പോയി മിനിങ്ങേണ്ട ഒരാവശ്യമില്ലായിരുന്നു, അതിപ്പോൾ ഞാനായിരുന്നാലും അവനെ തല്ലിയേനെന്ന് പറയുമ്പോൾ ജയൻ പറയുന്നുണ്ട്, ഒന്ന് ഫ്രണ്ട്സ് നിർബന്ധിച്ചപ്പോൾ കുടിച്ചെന്ന് കരുതി തല്ലേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് പറയണം. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, മദ്യപിക്കുന്നത് ശരിയായ ഒരു കാര്യമൊന്നുമല്ല, ഇതിൻ്റെ ചെറിയ ശിക്ഷ കൊടുക്കുന്നതൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ കല്യാണത്തിൻ്റെ തലേന്ന് അത് വേണ്ടായിരുന്നു. ഇപ്പം എല്ലാവരും ചോദിക്കില്ല ഇത് എന്ത് പറ്റിയാന്ന്, അപ്പോൾ എല്ലാവരോടും പറയാൻ പറ്റുമോ മദ്യപിച്ചതിന് അടിച്ചതാണെന്ന്, വല്ല എവിടെയെങ്കിലും തട്ടി വീണതാണെന്ന് വല്ലതും പറയാമെന്ന് പറയാണ്. അപ്പോൾ പറയണം, ശരി ഇനി എല്ലാവർക്കും ദക്ഷിണ കൊടുക്കാൻ പറഞ്ഞ് അനി പിന്നെ എല്ലാവർക്കും ദക്ഷിണ കൊടുക്കുകയാണ്. അങ്ങനെ ദക്ഷിണ കൊടുത്തു കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അനി നന്ദുവിനെ കാണുന്നത്. അനി നന്ദുവിനെ നോക്കി ചിരിക്കുന്നത് കണ്ടതുകൊണ്ട് ജാനകി പറയുന്നുണ്ട്, വാ എല്ലാവർക്കും ഇറങ്ങാമെന്ന് പറഞ്ഞ് എല്ലാവരും ഇറങ്ങാൻ പോവാണ്. നന്ദുവും നയനയും ഗോവിന്ദനും കനകയും മാത്രം ഒന്ന് അവിടെ നിൽക്കും. എന്നിട്ട് നയന എന്ന് നന്ദുവിനോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കാൻ പാടില്ല, ഈ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വരാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്, മോൾക്ക് ഇതിലും നല്ലൊരു ജീവിതം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.